നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. തടയിടാൻ ഒരു മുഴം മുൻപേ VSന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തർക്കങ്ങൾക്ക് മുൻകൂർ തടയുമായി പോളിറ്റ് ബ്യൂറോ. പിണറായിയും VSും മത്സരിക്കണമെന്ന നിർദ്ദേശവുമായി യെച്ചൂരിയും കാരാട്ടും ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ. PB നിലപാട് ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ യെച്ചൂരി റിപ്പോർട്ട് ചെയ്യും. സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ തന്നെ പോളിറ്റ് ബ്യൂറോയുടെ ഇടപെടൽ 2006ലെയും 2011ലെയും നാണക്കേട് ഒഴിവാക്കാൻ. ഈ രണ്ടു തവണയും VSന് ടിക്കറ്റ് നൽകാൻ മടിച്ച സംസ്ഥാന ഘടകം തീരുമാനം തിരുത്തിയത് PB ഇടപെടലിനെ തുടർന്ന്. 2 ദിവസം ചേരുന്ന സെക്രട്ടേറിയറ്റിലെ നിർദ്ദേശങ്ങളിൽ അന്തിമ തീരുമാനത്തിന് സംസ്ഥാന സമിതി ചേരുന്നത് മറ്റന്നാൾ. പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായാലും ഔദ്യോഗിക പ്രഖ്യാപനം വൈകുമെന്ന് സൂചന. സ്ഥാനാർത്ഥി മാനദണ്ഡങ്ങളിൽ മുതിർന്ന നേതാക്കൾക്ക് ഇളവ്. അതേസമയം തിരഞ്ഞെടുപ്പിന് ശേഷം VSന് എന്തു പദവി നൽകണമെന്ന കാര്യത്തിൽ PB നിർദ്ദേശമില്ല. അക്കാര്യത്തിൽ അർത്ഥഗർഭമായ മൌനം പാലിച്ച് യെച്ചൂരി. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് 3-1 കൂടുതൽ പേർ മത്സരിക്കേണ്ട എന്നും പോളിറ്റ് ബ്യൂറോ. വഴുതലിന്റെ മെയ്വഴക്കം. CBIയുടെ ചോദ്യക്കുരുക്കിന് മുന്നിൽ രാഷ്ട്രീയ തന്ത്രങ്ങളുമായി P. ജയരാജൻ. കതിരൂർ കേസിൽ കസ്റ്റഡി കാലാവധി ഇന്ന് തീരാനിരിക്കെ മനോജ് വധത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ജയരാജന്റെ മൊഴി. CBI ചോദ്യം ചെയ്യൽ ഇന്നുകൂടി. മനോജ് RSS പ്രവർത്തകനാണെന്ന് അറിഞ്ഞത് കൊലയ്ക്ക് ശേഷമെന്ന് ജയരാജൻ. മനോജിന്റേത് രാഷ്ട്രീയ കൊലപാതകമല്ല. കതിരൂർ മനോജ് വധവുമായി CPMന് യാതൊരു ബന്ധവുമില്ലെന്നും പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി. ഇനി മുന്നണി വിശേഷം. തിരുവമ്പാടിയിൽ തട്ടിമുട്ടി UDF ഉഭയകക്ഷി ചർച്ചകളിൽ ഉടക്കിന്റെ ഉടുക്കുകൊട്ട്. മണ്ഡലം വിട്ടുനൽകാനാവില്ലെന്ന ലീഗ് നിലപാടിനു പിന്നാലെ സീറ്റിന്റെ കാര്യത്തിൽ ഉറപ്പു നൽകി 2011 കുഞ്ഞാലിക്കുട്ടി എഴുതിയ കത്ത് പുറത്തുവന്നത് ഇന്നലെ. ആ കത്ത് ഇപ്പോൾ കാര്യമാക്കേണ്ടതില്ലെന്ന് ലീഗിന്റെ മറുപടി. തിരുവമ്പാടിയിലെ സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കോൺഗ്രസിന് വേണ്ടി ലീഗ് പട്ടിക മാറ്റില്ല. അതേസമയം പഴയ കത്ത് ചോർത്തി നൽകിയതിൽ ലീഗ് നേതൃത്വത്തിലെ ചിലർക്ക് പങ്കുണ്ടെന്ന അഭ്യൂഹം ശക്തം. എല്ലാം ഉമ്മൻചാണ്ടി അറിഞ്ഞുകൊണ്ട് എന്നും ആക്ഷേപം. അധിക സീറ്റിനായുള്ള അവകാശവാദത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന കടുപ്പത്തിൽ മാണി ഗ്രൂപ്പ്. 15ന് പകരം 18ൽ പിടിമുറുക്കുന്ന മാണിയുമായി ഇന്ന് വീണ്ടും ചർച്ച. ഉഭയകക്ഷി ചർച്ചകളിൽ ഇന്ന് RSPയുമായും കൂടിയാലോചന. JDUവിന് കഴിഞ്ഞ തവണ മത്സരിച്ച 7 സീറ്റിൽ കൂടുതലില്ല. തോറ്റ മണ്ഡലങ്ങൾ മാറ്റി നൽകുന്ന കാര്യത്തിൽ തർക്കം. അങ്കമാലിയെ ചൊല്ലി ജേക്കബ് ഗ്രൂപ്പിനും അതൃപ്തി. CMBയിൽ CP ജോണിന് കുന്നംകുളം തന്നെ നൽകാൻ ധാരണ. വിവാദത്തിൽ അമരുന്ന സംഗമം. വിവാദങ്ങൾക്കിടെ ശ്രീ രവിശങ്കറിന്റെ ലോക സാംസ്കാരികോത്സവം ഇന്ന് ഡൽഹിയിൽ. പരിപാടി നടത്തണമെങ്കിൽ 5 കോടി രൂപ പിഴ നൽകണമെന്ന ഹരിത ട്രൈബ്യൂണലിന്റെ അന്ത്യശാസനത്തിന് ജയിലിൽ പോകേണ്ടി വന്നാലും പിഴ അടക്കില്ലെന്ന് ശ്രീയുടെ മറുപടി. നിലവിലെ സാഹചര്യത്തിൽ ട്രൈബ്യൂണൽ നടപടി നിർണായകം. പിഴയൊടുക്കിയില്ലെങ്കിൽ ഭവിഷ്യത്തുകൾ നേരിടാൻ തയ്യാറാകാൻ ട്രൈബ്യൂണലിന്റെ മുന്നറിയിപ്പ്. അതേസമയം പരിസ്ഥിതി ചട്ടങ്ങൾ ലംഘിച്ചെന്നും കരസേനയെ ദുരുപയോഗം ചെയ്തെന്നുമുള്ള ആരോപണത്തിൽ വിവാദം രൂക്ഷമായിരിക്കെ സാംസ്കാരിക സംഗമം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ശ്രീ രവിശങ്കർ. മാഞ്ഞുപോയ മല്യ. സർക്കാരിനെയും CBIയെയും നാണം കെടുത്തി മുങ്ങിയ മദ്യരാജാവ് വിജയ് മല്യയ്ക്ക് ലണ്ടനിലെ ആഡംബര വസതിയിൽ സുഖവാസം. അതേസമയം 2 ആഴ്ചയ്ക്കകം ഹാജരാകണമെന്ന സുപ്രീംകോടതി നോട്ടീസ് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വഴി മല്യയ്ക്ക് കൈമാറും. CBI തിരിച്ചറിയൽ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കെ രാജ്യം വിട്ട മല്യയുടെ കുടിശ്ശികകൾ തിരിച്ചുപിടിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി അരുൺ ജെയ്റ്റ്ലി. നിർദ്ദേശം അവഗണിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ധനമന്ത്രിയുടെ മുന്നറിയിപ്പ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.